ചില കഥാപാത്രങ്ങൾ കഥാപരമായി തന്നെ കഥാപാത്രം നല്ലതായിരിക്കും. ചില കഥകൾ കഥാപാത്രമായി തന്നെ കഥാപാത്രം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിരിക്കും. അങ്ങനെ ഉള്ളൊരു കഥ ഓൾറെഡി ഉള്ളൊരു കഥയാണ് ഉണ്ണിയാർച്ചയുടെയും ചന്തുവിൻ്റെയും ആരോമൽ ശേഖരുടെയും അല്ലെങ്കിൽ ഈ പുത്തൂരം വീട്ടിലെ കഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ട് പഴകിയതും കണ്ടു കഴിഞ്ഞിട്ടില്ല. ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സിനിമ നേരത്തെ എടുത്തിട്ടുണ്ട്. പാടിത്തെളിഞ്ഞ പാട്ടുകളിലൂടെയാണ്, വടക്കം പാട്ടുകളിലൂടെയാണ് വരുന്നത്. അതിന് ചതിയനാണ് ചന്തു, ആണുമണല്ലാത്ത ചതിയൻ ചന്തു, അങ്ങനത്തെ ഒരാളാണ്. അയാൾ അത്രത്തോളം നികൃഷ്ടനായ ഒരു ആളായിട്ടാണ് ഈ കഥയിലൊക്കെ ചിത്രീകരിക്കപ്പെട്ടുള്ളത്. അത് ഈ സിനിമയിൽ കാണുന്ന പോലെ പ്രതികാരം ചെയ്യാൻ വരുന്നതും മക്കൾ വളർന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് കഥ. പക്ഷേ അതെല്ലാം ഈ ഒന്നുകിൽ ഉണ്ണിയാർച്ചയുടെ അല്ലെങ്കിൽ ആരോമൽ ശേഖരുടെയൊക്കെ വീക്ഷണത്തിലുള്ള കഥകളാണ്. ആരോമൽ ശേഖരുടെ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു ഭാഗത്ത് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയാർച്ചയുടെ കഥ പറയുന്ന കൂട്ടത്തിലാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വന്നു പോകുന്നത്. പക്ഷെ എന്തുകൊണ്ട് ചന്തുവിൻ്റെ കാഴ്ചപ്പാടിലൊരു കഥ ഉണ്ടാക്കിക്കൂടാ? ചന്തുവിൻ്റെ മനസ്സിൽ കൂടെ എന്തായിരിക്കും പോയിരിക്കുക? ചന്തു ഈ സംഭവങ്ങളെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അതല്ലെങ്കിൽ അതിൻ്റെ സാക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ചന്തു യഥാർത്ഥത്തിൽ എന്നുള്ളത് അന്വേഷിച്ചു പോയതായിരിക്കണം MT. അതിൽ നിന്ന് കണ്ടെത്തിയായിരിക്കണം ഇപ്പൊ ഈ ചതിയൻ ചന്തുവിൻ്റെ എന്താ പറയാ വർത്തമാനകാലത്തെ ഭാഷയിൽ വെളുപ്പിക്കൽ വാക്ക് ഉപയോഗിക്കാം. എന്നാലും അതൊരു വലിയ ശ്രമകരമായ ദൗത്യമാണ്. കാരണം നമ്മൾ കേട്ടൊരു കാര്യം കേട്ടതുപോലെ അല്ല എന്നൊരു ചലച്ചിത്രത്തോട് പറയണം. അതിന് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട നടൻ, ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത് ഈ ഇപ്പം വൈശാലിയിലെ കഥാപാത്രത്തെ കൊണ്ടുവന്ന പോലെ വളരെ ആയോധനകളിൽ അഭ്യാസിയായിട്ടുള്ള ഒരാളെ കാസ്റ്റ് ചെയ്യണമെന്ന് ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും എഴുത്ത് പൂർത്തിയാക്കിയ ശേഷം MT വാസുദേവൻ നായർ സാറാണ് പറഞ്ഞത് ഈ കഥാപാത്രം മമ്മൂക്കയിലൂടെ തന്നെ പുറത്തേക്ക് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കേൾക്കുന്നത് ഉണ്ടായിരുന്നു. നേരിട്ടറിവില്ല, അത് ശരിയായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരില്ലല്ലോ. അപ്പം ഈ അദ്ദേഹത്തിന്റെ അനുവാദമോ അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കാതെ ഒന്നും അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഒന്നും അങ്ങനെ നടക്കൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഞങ്ങൾ കുറേ സിനിമകളിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അന്നേ ഗുരുതുല്യനായ MTയുടെ അടുത്ത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ടി വന്നിട്ടില്ല, എപ്പോഴും നമുക്ക് പ്രസാദം തരുന്ന ആളാണ്. ഈ ഇതിലെ ഒരു കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ അഭിനയം എടുത്താൽ അല്ല, ഒരു കാര്യം അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണിയാർച്ചയുടെ നമ്മുടെ കേട്ടുപഴകിയ കഥകളിലെ ഒരു രംഗം പോലും ഈ സിനിമയിൽ ഇല്ലാതില്ല. അതെ, എല്ലാ രംഗങ്ങളും ഉണ്ട് ഈ സിനിമ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾ അറിഞ്ഞതും ഉണ്ണിയാർച്ചയും ആരോമൽ ശേഖരും അല്ലെങ്കിൽ കുഞ്ഞിരാമനും ഒക്കെ അവിടെ ആ കളരി വളർന്നതും അവിടെ വളർന്നു വരുന്നതും അവിടെ ചന്തു വരുന്നതും, ചന്തുവിൻ്റെ അച്ഛൻ മലയനോട് തോറ്റു മരിച്ച ആളാണ്, അനാഥനായി അമ്മാവൻ എടുത്തുകൊണ്ട് വന്നതാണെന്നൊക്കെ, അമ്മാവൻ്റെ പെണ്ണ് മുറപ്പെണ്ണാണ്, ഇതൊക്കെ കുട്ടിക്കാലത്ത് അവരെ കല്യാണം കഴിച്ച് ഇതൊക്കെ ഉള്ളതാണ്. പക്ഷേ ചന്തു ചതിയനാണ്. ആരോമൽ ശേഖരെ കുത്തിക്കൊന്ന ആളാണ്, കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തിയ ആളാണ്. അതെ, പക്ഷെ അതൊക്കെ സിനിമയിലുണ്ട്, ഒരക്ഷരം പോലും വിടാതെ സിനിമയിലുണ്ട്. പക്ഷേ അതെങ്ങനെ നിങ്ങൾ ഈ ചന്തുവിനെ സിനിമ കണ്ടുപോകുമ്പോൾ ചന്തു ഒരു ഭാരമായി, മനസ്സിന്റെ ദുഃഖമായി, ഒരു വീരനായകന്റെ പരിവേഷമുള്ള ആളായിട്ട് നമ്മുടെ കൂടെ പോരുന്നു എന്നുള്ളത് ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ മഹത്വം. ഒരു സ്ക്രിപ്റ്റിന്റെ മഹത്വം തന്നെയാണ്. കാരണം ഇപ്പൊ ഇക്ക പറഞ്ഞ അടുത്തുനിന്ന് ഞാൻ ചിന്തിച്ചാല് ഇത് ചന്തുവിന്റെ കഥയാണ്. ചന്തു ഒരു വീരനായകനായിട്ടാണ് സിനിമയിൽ അവസാനിക്കുന്നത്. എന്നാൽ നോക്കൂ, ചന്തു നിരന്തരമായി പരാജയപ്പെടുകയാണ്. ഇന്നിപ്പം പറഞ്ഞ പോലെ കാമുകിയാൽ സിനിമയിൽ പറയുന്ന പോലെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലൂസറാണ്. അയാളുടെ കാമുകി ചതിച്ചു, ഗുരു ചതിച്ചു, സുഹൃത്ത് ചതിച്ചു, ലൂസറാണ്, അബ്സല്യൂട്ട് ലൂസറാണ്. ഇനിയും തോൽവികൾ ഏറ്റുവാങ്ങാൻ ബാക്കിയെന്നൊരു ഡയലോഗ്. അങ്ങനെ ഒരു ലൂസർ ഒരു സിനിമ തീരുമ്പം അയാൾ ഒരു വീരപുരുഷനായി അയാളോട് ആരാധന തോന്നുന്ന രീതി. നമ്മൾ വീരസാഹസി വിജയിക്കുന്നവർ മാത്രമല്ല വീരൻ, വിട്ടുകൊടുക്കുന്നവനും വീരനാണ്. ഇത്ര ധീരതയില്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നെഞ്ചു വിരിച്ചൊരു വാളിന് മുമ്പിലോ തോക്കിന് മുമ്പിലോ നിൽക്കുന്ന ഒരു വീരുമായിട്ടല്ല, ധീരനായിട്ട് തന്നെയാണ്. അങ്ങനെയുള്ള ധീരന്മാർ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിലും ശരിക്കും ചന്തു പറഞ്ഞാൽ നിങ്ങൾ കുത്തി കൊല്ലാൻ പറയില്ല, നിന്ന് കൊടുക്കല്ലേ. അപ്പൊ അതൊരു ധീരതയല്ലേ. ആ ധീരനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനത്തെ ഒരു ആദരമാണ് ഈ സിനിമ കഴിയുമ്പോൾ ചന്തു നേടിയെടുക്കുന്നത്. ഇക്കയുടെ വായിന്ന് വീണ ഒരു വാക്കിൽ ഞാനൊന്ന് പിടിച്ചോട്ടെ. അതിനിടയിൽ സാഹസികത എന്നൊരു വാക്ക് വന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് പ്രണയമുണ്ട്, പ്രതികാരമുണ്ട്, ഒരു മനുഷ്യന് വരാവുന്ന സമസ്ത ഭാവങ്ങളും ചന്തു എന്ന കഥാപാത്രത്തിലൂടെ പോകുന്നുണ്ട്. അതൊരു അഭിനയത്തിന്റെ വെർഷനാണ്. എന്നാലും ഇതിന്റെ ഒരു സാഹസികതയുടെ തലമുണ്ട്. വടക്കൻ വീരകഥയിലെ ചന്തു എന്ന് പറഞ്ഞാൽ ഇപ്പം ഹോളിവുഡിലൊക്കെ ഒരു സിനിമ ഒരു ക്യാരക്ടർ ഒരാൾ കമ്മിറ്റ് ചെയ്താൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിശീലനം അതിനാവശ്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പോ സാങ്കേതിക അവിടെയൊക്കെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും, ഒരു മാസം 1.5 മാസം ഒക്കെ അവരുടെ ഷൂട്ടിങ്ങിന് ഡേറ്റ് വാങ്ങിക്കുന്ന വർക്ക്ഷോപ്പ് കൂടെ ചേർത്താ
വർക്ക്ഷോപ്പ് ചേർത്തിട്ടാണ് ഇത് ഇംഗ്ലീഷ് ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലീഷിലെ പല രാജ്യങ്ങളിലും അങ്ങനെ സിനിമ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും അത് അന്നത്തെ കാലത്തോ ഇന്നത്തെ കാലത്തോ ആ അതൊന്നും നമുക്ക് താങ്ങാനാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ചിലർ ചെയ്യുന്നവരുണ്ട്. ഉണ്ട്. എന്നാലും ഞാൻ ചോദിക്കാൻ വന്നതല്ല, ഇന്നാണെങ്കിലും സാങ്കേതിക വിദ്യ സഹായത്തോടെ നമുക്ക് മുഖം മാറ്റി വെച്ചോ ബോഡി ഡബിളോ ഒക്കെ ചെയ്യാം. അന്ന് കളരിക്കൊരു താളമുണ്ട്, ചുവടുകളുണ്ട്, അതില് ഒരു വാള് പിടിക്കുന്നതാണെങ്കിലും ഉറുമി പിടിക്കുന്നതാണെങ്കിലും കുതിരയെ ഓടിക്കുന്നതാണെങ്കിലും ഒരു തഴക്കം വന്ന അഭ്യാസിയുടെ കഥാപാത്രം ചെയ്യുമ്പം ഈ തഴക്കം സ്ക്രീനിൽ നമുക്ക് ഫീൽ ചെയ്യണം. ഞാൻ ചോദിക്കാൻ വന്നത് ഇക്കയുടെ ഒരു പരിശീലനം എങ്ങനെയായിരുന്നു ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട്? ഈ കഥാപാത്രത്തിന്റെ പരിശീലനങ്ങൾ അവിടെ കുതിരയും വാളും പരിചയമൊക്കെ ഉള്ള കളരിയൊക്കെ ഉണ്ട്, അഭ്യാസികളുണ്ട്, കല്ലിന്റെ ഗുരുക്കന്മാരൊക്കെ ഷൂട്ടിംഗ് സെറ്റിലുണ്ട്, എപ്പോഴും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു കളരി അഭ്യാസവും കുതിരാഭ്യാസവും ഒക്കെ പഠിക്കണമെങ്കിൽ മാസങ്ങളോളം പരിശീലനം നടത്തിയേ പറ്റൂ. സിനിമയിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ സിനിമയിലെ ഷോട്ടുകൾക്ക് മാത്രമാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ഒരു വലിയ കളരി അഭ്യാസം പൂർണ്ണമായിട്ട് നമ്മൾ അഭിനയിക്കില്ല. അല്ലെങ്കിൽ അത് തെറ്റിപ്പോയി തിരുത്തി അഭിനയിക്കാൻ പറ്റും. സിനിമയിൽ അതിൻ്റെ ചുവടുകളും ശൈലികളും നമ്മൾ പറയുന്ന പോലെ ഇംഗ്ലീഷിൽ പറയുന്ന ആറ്റിറ്റ്യൂഡുകൾ മാത്രം സൂക്ഷിച്ചിരുന്നാൽ സിനിമയിൽ കറക്റ്റായിട്ട് തോന്നും. അപ്പോൾ അപ്പപ്പോൾ കാണിച്ചു തരുന്നത് ഒരു 2-3 പ്രാവശ്യം നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ഈ വെട്ടും തടയും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ആ കാലത്തൊക്കെ ഈ പറഞ്ഞ പോലെ അഭ്യാസം കാണിക്കാനുള്ള ധൈര്യം ഉണ്ട്. സെക്യൂരിറ്റി ഒന്നും അത്രമാത്രം ഇല്ലെങ്കിലും എല്ലാ ചാട്ടവും ഓട്ടവും വെട്ടോലും ഒക്കെ അതിനകത്ത് ഒറിജിനൽ തന്നെ. വളരെ അപൂർവം. ഞാൻ എന്റെ ബുക്കിൽ വായിച്ചിരുന്നു, അതിലുള്ള ഉപയോഗിച്ച എല്ലാ വാളുകളും ഈ മെറ്റൽ തന്നെയായിരുന്നു. മെറ്റൽ തന്നെയാണ്, നല്ല ഭാരമുണ്ട്. ഭാരമുള്ള അതിന്റെ ഒരു ചാടി ഒരു വാള് പിടിക്കുന്ന ഒരു രംഗമുണ്ട് ഒരു രംഗത്ത്. അതായത് വാളിങ്ങനെ തെറിച്ചു പോകുന്ന വാള് ചാടി വാള് പിടിക്കുന്ന രംഗമുണ്ട്. എല്ലാ പ്രാവശ്യവും ചാടുമ്പോൾ ഈ വാള് പിടികിട്ടൂല. ഒരു പ്രാവശ്യം ആ വാളെന്റെ തൊടയിൽ ഇങ്ങനെ കുത്തി കയറി നല്ലവണ്ണം മുറിഞ്ഞു, വേദന എടുത്തു. ഷൂട്ടിംഗ് ഒന്നും മുടങ്ങിയില്ല, പക്ഷെ കാണാൻ പറ്റാത്ത സ്ഥലത്തായതുകൊണ്ട് അത് ആ പാടിപ്പോഴും ഉണ്ട്. അത്രയധികം വാളുകൊണ്ട് പലർക്കും പരിക്കേൽക്കുന്നു പലതരത്തിൽ. അല്ല, അത് സ്വാഭാവികം. അതിനൊന്നും ആർക്കും പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ നമ്മൾ വരുന്നത്. കുതിര വീഴും, കുതിര ചാടും, കുതിര കുഴപ്പങ്ങളുണ്ടാക്കും. നമ്മളും കുതിരമായിട്ട് പൊരുത്തപ്പെടാൻ കുറേ സമയമെടുക്കും. ഈ കുതിരയ്ക്ക് കുതിരപ്പുറത്ത് കയറിയുന്ന ആൾക്ക് കുതിരയെ പരിശീലിപ്പിക്കാൻ അറിയില്ലെന്നുള്ള വിവരം അറിയാവുന്ന പോലെയാണ് കുതിരയുടെ പെരുമാറ്റം. പരിചയമില്ലാത്ത ഒരാളാണെന്ന് കുതിരക്ക് തോന്നും. നമ്മൾ എന്താ പറയുന്നത്, കുതിരക്കറിയാവില്ല നമ്മൾ കുതിരയോട് ചോദിച്ചാലേ അറിയുള്ളൂ. പക്ഷെ അതിനകത്ത് അന്ന് ആ സിനിമയുടെ ഷൂട്ടിങ്ങും അതിൻ്റെ ഒരു ഉത്സവ പ്രതീതി ആ സിനിമ ഉണ്ടായി. ഒത്തിരി ആൾക്കാരും ബഹളവും ആനയും. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആനകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീരാമനുണ്ടല്ലോ, കുഞ്ഞിരാമനായിട്ട് ശ്രീരാമനുണ്ട്. ശ്രീരാമൻ എന്നൊരു കഥ ചോദിച്ചിരുന്നു. അപ്പോൾ 2 ആനകൾ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഒരാനയോട് ചോദിക്കുന്നു, എപ്പോഴാണോ ബ്രേക്ക്? അങ്ങനെ സംസാരിക്കുന്നു. മമ്മൂട്ടി വന്നോ എന്നൊക്കെ പരസ്പരം സംസാരിക്കുന്നു. ഇയാളെന്താ ഇത്ര വലിയ പോസ്, ഇയാളെന്താ വരാത്തെ? വന്നാൽ നമ്മുടെ കാര്യം കഴിഞ്ഞ് പോവായിരുന്നു. അപ്പോൾ അടുത്തൂടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പോകുന്നു, ഉണ്ണിയേട്ടൻ ഞാൻ ഈ ഷോട്ടിലുണ്ടോ എന്ന് ആന ചോദിക്കുന്നു. അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ജീവികളുണ്ടല്ലോ, അത്രയും ജീവികളുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഞാനൊരു ഇങ്ങനെ ഇക്കയുടെ ഒരു മുഖാമുഖത്തിന് ഇരിക്കുമ്പം പ്രതിഭകളുടെ ഒരു സംഗമമാണ്. നമുക്ക് ഇപ്പം MT യെ കുറിച്ച് ഒരു എപ്പിസോഡ് സംസാരിക്കാനുണ്ട് ഈ സിനിമയുമായി ബന്ധം. എത്രയോ എപ്പിസോഡ്. ഹരിഹരൻ സാറിനെ കുറിച്ച് അത്ര തന്നെ പറയാനുണ്ട്. കൃഷ്ണമൂർത്തി, ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തി, കോസ്റ്റ്യൂം വസ്ത്രാലങ്കാരം രണ്ടും പുള്ളിയാണ്. കോസ്റ്റ്യൂം ഡിസൈനിങ് ഡിസൈൻ ചെയ്ത് ആർട്ട് ഡയറക്ടർ. അതില് മികച്ച രാമേന്ദ്രബാബു ക്യാമറ, മികച്ച തിരക്കഥയ്ക്കുള്ള നാഷണൽ അവാർഡ്, കോസ്റ്റ്യൂമിന്, ആർട്ടിന്, അഭിനയത്തിനുള്ള നാഷണൽ അവാർഡ്, സംസ്ഥാന അവാർഡ്. ആ നാഷണൽ അവാർഡിന് മത്സരിച്ച പടങ്ങൾ എന്റെ പടങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയ്യർ ദ ഗ്രേറ്റ്, മൃഗയ, മതിലുകൾ, വടക്കും വീരഗാഥ. മതിലുകളും മൃഗയും വടക്കും വീരഗാഥ വരുമല്ലോ അല്ലേ? അവാർഡിൽ അത് 2 മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബാക്കി 2 പടങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണ്, ശരിക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഏത് മേഖലയിൽ നോക്കിയാലും വലിയൊരു പറ്റം പ്രതിഭകളുള്ള സിനിമയാണ്. ഞാനിപ്പോ MT സാറിനെ ചോദിക്കുന്ന പോലെ തന്നെ ബോംബെ രവി നമുക്ക് ഒരു വടക്കേ ഇന്ത്യക്കാരനാണ്. കേരളത്തിന്റെ ഒരു വടക്കംപാട്ട് ചിത്രത്തിന് എത്ര ഗംഭീരമായാണ് ജയകുമാർ സാറ്, കൈതപ്രമൊക്കെ ഒരുപാട് ആൾക്കാർ. അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിഭകളുണ്ട്. പിന്നെ ഒരുപാട് 3 നായികമാര്, കുറേയേറെ നായകന്മാര്. സുരേഷ് ഗോപി, മാധവിയുടെ ഒരു വലിയ കാസ്റ്റിംഗ് ആണല്ലോ. ഉണ്ണിയാർച്ച കേട്ടിട്ടില്ലാത്ത ഉണ്ണിയാർച്ച, തുമ്പോലാർച്ച എല്ലാരും ഉണ്ടല്ലോ. ക്യാപ്റ്റൻ രാജു ചേട്ടന്റെ ക്യാപ്റ്റൻ രാജുന് ഭയങ്കര ഒരുപാട് അഭിനന്ദനങ്ങളും ഒരുപാട് പ്രശംസകളും കിട്ടിയ പടമാണ്. വില്ലനും ഹ്യൂമറും ഒക്കെയാണ് ചെയ്യുന്നത്. സുരേഷിനും വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് സുരേഷ് ചേട്ടന്റെ കഥാപാത്രം. എല്ലാ മേഖലകളിലും ഇത്രയധികം പ്രതിഭകളുണ്ട്. അപ്പം ചോദിക്കുന്ന ഒരു കാര്യം, ഇനി നമുക്ക് പ്രൊഡ്യൂസറിലേക്ക് വരാം. PVG സാറ്
60കളിൽ 70കളിലൊക്കെ ഒരുപാട് വടക്കംപാട്ട് സിനിമകൾ വന്നിരുന്നു. അത് സെറ്റിൽ തീരുന്ന വളരെ കുറച്ച് ഔട്ട്ഡോറുകൾ മാത്രമുള്ള പടങ്ങളാണ്. പിന്നെ സിനിമ മാറി 80കളുടെ അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറി. ഒരുപാട് വാർത്ത കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു, നാട് മുഴുവൻ ലൈൻ കമ്പികൾ, ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു പടം ആ ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കാനും ഇത്രയധികം സെറ്റ് വർക്ക്, ഇത്രയധികം രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും ഷൂട്ട് ചെയ്തത്. ഒന്ന് കൊല്ലംകോട് കൊട്ടാരം, പിന്നെ ഗുരുവായൂർ ആനക്കൊട്ടിൽ. ആനകൾ അവിടെ തന്നെ സ്ഥിരതാമസമുള്ള ആനകളാണ് കൂടുതലും. അതൊരു ആനകളുടെ എന്താ പറയാ, ആനകൾ ഒരുപാട് പേരും നിർത്തിയിരിക്കുന്ന ഗുരുവായൂരമ്പലത്തിലെ ആനകളുടെ ഒരു സങ്കേതം അവിടെ. അതായത് ആനയെ ലൊക്കേഷൻ കൊണ്ടുവല്ല, ആനയുള്ളിടം ലൊക്കേഷൻ ആക്കി ഷൂട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പടയാളികൾ അവിടെ മറ്റേ എന്ത് കാര്യത്തിനും ആളും കൂട്ടവും ബഹളവും അങ്ങനത്തെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി നടീനന്മാരുണ്ടല്ലോ, സ്വറ പറയാനും സംസാരിച്ചിരിക്കാനും ഒക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു. അന്ന് കാലത്ത് ക്യാരവനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വരാന്തയിലും അവിടെ ഇവിടെ ഇരുന്നൊക്കെ തന്നെ കാര്യങ്ങൾ. ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അന്നത്തെ. ഒരു വലിയ സിനിമയാണ്. ബിഗ് ബഡ്ജറ്റ് എന്നതിനേക്കാൾ പറഞ്ഞത് വലിയ സിനിമയാണ്. കലാമൂല്യവും വാണിജ്യ മൂല്യവും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ PVG സാറിന്റെ ഒരു ധൈര്യം ഈ സിനിമ സാക്ഷാത്കരിക്കുന്നതിനകത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അന്ന് PVG സാറിന്റെ കൂടെയുള്ള ആൾക്കാരാണ്. അമരൻ മാസ്റ്റർക്ക് ഈ പടമായിട്ട് ഭയങ്കര പുള്ളി അതിനകത്തൊന്നുമല്ല, പക്ഷെ ഒരുപാട് സഹകരിച്ച ആളാ അമരൻ മാഷ്. പിന്നെ അബ്ദുള്ള ഒക്കെ PVGക്ക് ഒരു ടീമുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സൊറ ടീം. അതിന്റെ കോഴിക്കോട്ടുള്ള എല്ലാ ആൾക്കാരും ഗുരുവായൂർ വരികയും ഗുരുവായൂർ നിന്ന് ഇതിനുള്ള എല്ലാ സന്നാഹങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊരു ടീമുണ്ട്, നല്ല രസമുള്ള ടീമാണ്. ഈ നമ്മുടെ വടക്കൻ പാട്ട് വടക്കനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സിനിമ എപ്പോഴും ഇതിന്റെ ഒരു ശൈലി ഒരു കേരളം മുഴുവൻ അംഗീകരിക്കാവുന്ന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഭാഷയും പ്രയോഗങ്ങളും എല്ലാം MT എന്ന അതുല്യനായ എഴുത്തുകാരന്റെ അതിഗംഭീരമായിട്ടുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അദ്ദേഹം ഇതിലെ ഈ നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഉപയോഗിക്കാത്ത 1000 വാക്കുകൾ ഉണ്ടാവും. പക്ഷെ ഒരു കാലത്തിന് പിന്നെ MTയുടെ ഭാഷയുണ്ടല്ലോ, അതുകൂടെ ചേർന്നതാണ്. ഒരു എല്ലാ ടെക്നിക്കൽ ടൈംസും ആ സിനിമയിലുണ്ട്. ചേകവന്മാർ പരസ്പരം സംസാരിച്ചേക്കാവുന്ന, നമ്മുടെ ഡ്രൈവർമാർ സ്ക്രൂ ഡ്രൈവറും നെട്ടും ബോൾട്ടും എന്ന് പറയുന്ന പോലെ എല്ലാം ഉണ്ട് എല്ലാ കാര്യത്തിലും. ഉപമയൊക്കെ പറയുമ്പം ഉറുമിയേക്കാൾ മൂർച്ചയാണല്ലോ അന്നും. നമ്മളുടെ ഉപമ ഉറുമിയെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാം അങ്ങനെയാണ്. വലിയൊരു ഉത്തരം MT സാർ ഇതിൽ തന്നെ പറഞ്ഞത് ഞാൻ സിനിമ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് ഒരു ചരിത്രമുണ്ട്, ആ ചരിത്രത്തെ അദ്ദേഹം ഒരു വീക്ഷണകോണിൽ കാണുന്നു. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. പക്ഷെ അന്നത്തെ ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് സിനിമയിൽ തന്നെ കണ്ടു. ആ സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പം ചന്തു ഓൾമോസ്റ്റ് ടുവേർഡ്സ് ക്യാമറ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, തെറ്റുമാണ്. വേണമെങ്കിലും അങ്ങനെ വരാം. സിനിമയിലും അതെ, ആ സിനിമയെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതാകാം, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതെ, ചന്തുവിന്റെ കഥയെ പറ്റി നിങ്ങൾ കേട്ടതെല്ലാം ശരിയുമാണ് തെറ്റുമാണ്. അതാ ഞാൻ പറഞ്ഞു, ഒരു സീൻ പോലും ഇല്ലാതില്ല, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ അത് എങ്ങനെ, ഏത് തരത്തിൽ, ഏത് വീക്ഷണത്തിലാണെന്നുള്ളത് മാത്രമുണ്ട്. അതിന്റെ ഇന്റർപ്രിട്ടേഷനാണ്. അല്ല, ഇത് ഭയങ്കര മാജിക്കാണ്. ഇപ്പൊ വൈക്കത്ത് ജനിച്ച് വളർന്ന ഒരാളെന്നുള്ള നിലയിൽ ഇപ്പം എന്താ സൗഭദ്രം എന്ന് തോന്നി, പുരഞ്ജയം എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. പുരഞ്ജയം എന്ന് തോന്നിക്കുന്ന ഇവിടെ കടത്തനാടനടവോ അല്ലെ, അതൊക്കെ എന്താന്നൊക്കെ ചോദിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അതിനൊക്കെ പറഞ്ഞു തരും വേണമെങ്കിൽ. അത്രത്തോളം പുള്ളി ഭയങ്കര ഡീപ്ലി സ്റ്റഡീഡ് ആണ്. ഞാനിതിൽ കാണുന്നത്, ഇത് രണ്ടാമത് വരുമ്പം 4K എന്നുള്ളതോ 8K 4K DGTS ഡിജിറ്റൽ അറ്റ്മോസ് ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് ഞാനൊന്ന് മാറ്റി വെച്ചുകൊണ്ട്, താജ്മഹൽ അന്നും ഇന്നും അവിടെ ഒരുപോലെ പണിത് വെച്ചേക്കാണ്. ആ താജ്മഹൽ ആസ്വദിച്ചത് എത്രയോ തലമുറകളാണ്. ഒരു തലമുറ ആസ്വദിച്ചു, അടുത്ത തലമുറ ആസ്വദിച്ചു, വീണ്ടും ഒരു തലമുറ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കും, ഇനിയും ആസ്വദിക്കണം. അതുപോലെ ഒരു എപ്പിക് സൃഷ്ടി അതിന്റെ ഏതവസ്ഥകളിലും വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും ഉള്ള ഒരു ആഗ്രഹം ആളുകൾക്കുണ്ട്. അപ്പം ഇതിന്റെ ഒരു രണ്ടാം വരവിൽ എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും മമ്മൂക്കയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പുതിയ സിനിമയല്ല വരുന്നത്. അന്ന് കണ്ട അതേ സിനിമ കുറച്ചുകൂടെ തെളിച്ചവും കുറച്ചുകൂടെ ഭംഗിയുള്ള ശബ്ദ സൗകുമാര്യമുള്ള, അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ തന്നെയാണ്, പക്ഷെ അതുകൂടെ കുറച്ചുകൂടെ സ്ഫുടവും ഡിജിറ്റൈസ് ചെയ്ത ഒരു കുറച്ചുകൂടെ തെളിച്ചമുള്ള കാഴ്ചകളുമായിട്ട് വരുന്നതാണ് ഈ 4K അറ്റ്മോസ് എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അതിനകത്ത് ഒരു ഷോട്ടോ എക്സ്ട്രാ ഒന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടോ കാണിച്ചിട്ടില്ല. പണ്ട് കണ്ട സിനിമ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇപ്പൊ കാണുമ്പോൾ അതിനൊരു പുതിയ സിനിമ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ വീണ്ടും ഈ സിനിമ വരുന്നത്, ഇപ്പൊ നമുക്ക് സിനിമ റിലീസ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ പുതിയ കാര്യമല്ല. പക്ഷെ വടക്കൻ വീരഗാഥയെ സംബന്ധിച്ചിടത്തോളം റിലീസ് എന്ന് പറയുന്നത് ഈ സിനിമയോട് കാണിക്കുന്ന ഒരു ബഹുമതിയാണ്, ഒരു ബഹുമാനമാണ്, ഒരു അംഗീകാരം.
അതെ. കാരണം ഇത്രയും കാലത്തെ നമ്മുടെ സിനിമകളിൽ എണ്ണപ്പെട്ട ഒരു സിനിമ, അതും അതിൻ്റെ ഒരു പുനർവായന പോലുമല്ല, അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് കാണുന്ന ആ സിനിമയെ ഓർക്കലാണ്, ആ സിനിമയെ സ്മരിക്കലാണ്. അത് നമ്മുടെ സിനിമാസ്വാദകരുടെ ഒരു നന്ദി പ്രകടനമാണ്. അതെ. ആ സിനിമയോട്, ആ സിനിമയെ നമ്മളൊരു വ്യക്തിയായിട്ട് കണ്ടാൽ വീണ്ടും ഒരിക്കൽ നമ്മളെ കാണാൻ വരുന്ന പോലെ വളരെ പുതുമയോടെ, സന്തോഷത്തോടെ, എന്താ പറയാ, ഉത്സാഹത്തോടുകൂടി, കൗതുകത്തോടു കൂടി നമ്മൾ അതും ആ സിനിമയെ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തൊരു വ്യക്തിയാണ്. സിനിമയെ വ്യക്തിയായിട്ട് കണ്ടാൽ അതെ അതൊരു വടക്കൻ നാഴികക്കല്ലാണ്. തീരകാലം